നമസ്കാരം. ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം എളുപ്പം നേടിയെടുക്കുവാൻ സഹായകമാവും വിധത്തിലുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നത് മൂലം നിരവധി വാക്കുകളുടെ അർത്ഥവും ഉപയോഗവും എളുപ്പം മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നു. ഈ രൂപത്തിലുള്ള ഏതാനും വീഡിയോകളിലൂടെ തന്നെ ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോകൾ കാണുന്നതിന് മുമ്പും കണ്ടതിന് ശേഷവുമുള്ള നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള അറിവ് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ കഴിയുന്നതുമാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിൽ വ്യക്തമായ പുരോഗതി വന്നിട്ടുണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. നമുക്കിന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ്, ഇംഗ്ലീഷ് വായനാ പരിശീലനം. ഇവിടെ ഒരു കഥ തന്ന് ഞാൻ അർത്ഥം വിശദീകരിക്കുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ ഡെൻസ് ഫോറസ്റ്റ് there lived a mighty lion named Leo. He was feared by all the animals in the jungle, as he was the king of beasts. One day, while prowling through the forest, Leo was caught in a hunter's trap. അർത്ഥം നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ ഡെൻസ് ഫോറസ്റ്റ്, ഒരു നിബിഡ വനത്തിൽ, there lived, ജീവിച്ചിരുന്നു, എ മൈറ്റി ലയൻ നെയ്മഡ് ലിയോ, ലിയോ എന്ന് പേരുള്ള കരുത്തനായ ഒരു സിംഹം. ഹി വാസ് ഫിയേർഡ് ബൈ ഓൾ ദി ആനിമൽസ് ഇൻ ദ ജംഗിൾ, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവനെ ഭയപ്പെട്ടിരുന്നു. ആസ് ഹി വാസ് ദ കിങ് ഓഫ് ബീഡ്സ്, അവൻ മൃഗങ്ങളുടെ രാജാവ് ആയിരുന്നതുകൊണ്ട്. ബീസ്റ്റ് എന്ന വാക്കിനു ജന്തു അല്ലെങ്കിൽ മൃഗം എന്നാണ് അർത്ഥം. വൺ ഡേ, ഒരു ദിവസം, വൈൽ പ്രോളിംഗ് ത്രൂ ദി ഫോറസ്റ്റ്, വനത്തിലൂടെ ഇര തേടി നടക്കുമ്പോൾ, ലിയോ വാസ് കോട്ട്, ലിയോ കുടുക്കപ്പെട്ടു അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു. ഇവിടെ ക്യാച്ച് എന്ന് വെച്ചാൽ പിടിക്കുക, കോട്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസാണ്, പിടിച്ചു. ലിയോ വാസ് കോട്ട്, ലിയോ പിടിക്കപ്പെട്ടു. ഇൻ എ ഹണ്ടേഴ്സ് ട്രാപ്പ്, ഒരു വേട്ടക്കാരൻ്റെ കെണിയിൽ. അപ്പോൾ ഒരു ദിവസം ഇരതേടി നടക്കുമ്പോൾ ലിയോ ഒരു വേട്ടക്കാരൻ്റെ കെണിയിൽ പിടിക്കപ്പെട്ടു. Meanwhile, a tiny mouse named Meenu scurried through the forest looking for food. Hearing the lion's roars of distress, Meenu approached him cautiously. Seeing the trapped lion, Meenu decided to help him. Mr. Lion, I will help you if you promise not to harm me, Meenu said politely. അർത്ഥം നോക്കാം. Meanwhile, അതിനിടെ, എ ടൈനി മൗസ്, ടൈനി എന്ന് വെച്ചാൽ വളരെ ചെറിയ, മൗസ് എന്ന് വെച്ചാൽ ചുണ്ടെലി. ചില സാഹചര്യങ്ങളിൽ എലി എന്ന അർത്ഥവും അതിന് എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത്, മൗസ് എന്ന് വെച്ചാൽ ചുണ്ടെലി. ചുണ്ടെലികൾ എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ, അതായത് ഇതിൻ്റെ പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചന രൂപം പറയണമെങ്കിൽ മൗസസ് എന്നല്ല പറയേണ്ടത്. മൗസ് എന്ന വാക്കിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് MICE, മൈസ് എന്നാണ് പറയുക. ചുണ്ടെലികൾ എന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയേണ്ടത് മൈസ്, MICE, അതാണ് മൗസിൻ്റെ പ്ലൂറൽ, അതായത് ബഹുവചന രൂപം. അപ്പോൾ നമുക്ക് അർത്ഥം ഒന്നുകൂടെ നോക്കാം. മീൻ വയൽ, അതിനിടെ, എ ടൈനി മൗസ്, വളരെ വളരെ ചെറിയ ഒരു ചുണ്ടെലി, നെയ്മഡ് മീനു, മീനു എന്നു പേരുള്ള വളരെ ചെറിയ ഒരു ചുണ്ടെലി, സ്കറീഡ് ത്രൂ ദി ഫോറസ്റ്റ്, വനത്തിലൂടെ ദ്രുതഗതിയിൽ സഞ്ചരിച്ചു പോയി. ലുക്കിംഗ് ഫോർ ഫുഡ്, ആഹാരമന്വേഷിച്ചുകൊണ്ട് വനത്തിലൂടെ ദ്രുതഗതിയിൽ മീനു എന്നു പേരുള്ള വളരെ ചെറിയ ഒരു ചുണ്ടെലി അതിനിടെ കടന്നുപോയി. ഹിയറിംഗ് ദ ലയൺസ് റോഡ്സ് ഓഫ് ഡിസ്ട്രസ്, ആ സിംഹത്തിൻ്റെ ദുരിതം നിറഞ്ഞ അലർച്ച കേട്ടിട്ട്, ഡിസ്ട്രസ് ദുരിതം കേട്ടിട്ട്, മീനു അപ്രോച്ച്ഡ് ഹിം കോഷ്യസ്ലി, മീനു അവനെ കരുതലോടുകൂടി അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി സമീപിച്ചു. കോഷ്യസ്ലി, ജാഗ്രതയോടെ അല്ലെങ്കിൽ കരുതലോടെ, അപ്രോച്ച്ഡ് സമീപിച്ചു. സീയിങ് ദ ട്രാപ്ഡ് ലയൻ, കുടുങ്ങിക്കിടക്കുന്ന സിംഹത്തെ കണ്ടിട്ട്, മീനു ഡിസൈഡഡ്, മീനു തീരുമാനിച്ചു, ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കുവാൻ. ആ കുടുങ്ങിക്കിടക്കുന്ന സിംഹത്തെ
കണ്ടിട്ട് ആ സിംഹത്തെ സഹായിക്കണമെന്ന് മീനു തീരുമാനിച്ചു. എന്നിട്ട് സിംഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, മിസ്റ്റർ ലയൺ, ഐ വിൽ ഹെൽപ്പ് യു ഇഫ് യു പ്രോമിസ് നോട്ട് ടു ഹാം മീ, മീനു സെഡ് പൊളൈറ്റ്ലി. മീനു പറഞ്ഞ് പൊളൈറ്റ്ലി, വിനയത്തോടുകൂടി. അപ്പോൾ എന്താണ് മീനു വിനയത്തോടുകൂടി പറഞ്ഞത്? മിസ്റ്റർ ലയൺ, അല്ലയോ സിംഹമേ, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇഫ് യു പ്രോമിസ്, നിങ്ങൾ വാഗ്ദാനം തരികയാണ് എങ്കിൽ, നോട്ട് ടു ഹാം മീ, എന്നെ ദ്രോഹിക്കുകയില്ല എന്ന് നിങ്ങൾ എനിക്ക് വാഗ്ദാനം തരികയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം സിംഹമേ എന്ന് മീനു സെഡ് പൊളൈറ്റ്ലി. മീനു വളരെ വിനയത്തോടു കൂടി പറഞ്ഞു. The lion, surprised by the mouse's bravery, agreed to spare her life. Meenu gnawed through the ropes of the trap, setting the lion free. Grateful, Leo thanked the mouse and promised to help her in the future. Not long after, Leo was taking a nap in the shade when he heard Meenu's panicked cries. Rushing to the scene, Leo saw that Meenu was trapped under the foot of an elephant. അർത്ഥം നോക്കാം. ദ ലയൻ, ആ സിംഹം, സർപ്രൈസ്ഡ് ബൈ ദി മൗസസ് ബ്രേവറി, ആ ചുണ്ടലിയുടെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു. സർപ്രൈസ്ഡ്, ആശ്ചര്യപ്പെട്ടു. ബ്രേവറി, ധീരത. എന്നിട്ട് എഗ്രീഡ്, ആ സിംഹം സമ്മതിച്ചു. ടു സ്പെയർ ഹെർ ലൈഫ്, അവളുടെ ജീവനെ വിട്ടുകളയാമെന്ന് അല്ലെങ്കിൽ വെറുതെ വിടാമെന്ന്. എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത്, ആ സിംഹത്തെ രക്ഷപ്പെടുത്താൻ സഹായിച്ചാൽ ആ ചുണ്ടലിയെ ദ്രോഹിക്കരുത് എന്ന് വാഗ്ദാനം കൊടുക്കണമെന്ന് ആ ചുണ്ടലി സിംഹത്തിനോട് പറഞ്ഞു. അതിന് മറുപടിയാണിത്, എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാമെന്ന് ആ സിംഹം സമ്മതിച്ചു. മീനു നോഡ് ത്രൂ ദി റോപ്സ് ഓഫ് ദി ട്രാപ്പ്. മീനു നോഡ്, ഇവിടെ GNAWED, ആ വാക്ക് വായിക്കേണ്ടത് ജിക്ക് ഉച്ചാരണം കൊടുക്കാതെ വേണം. ജി അവിടെ സൈലൻ്റ് ആണ്. നോഡ് എന്ന് വെച്ചാൽ കടിച്ചു, മുറിച്ചു എന്നൊക്കെയാണ്. കടിച്ചു മുറിച്ചു എന്നും അർത്ഥമെടുക്കാം. മീനു നോഡ് ത്രൂ ദി റോപ്സ് ഓഫ് ദി ട്രാപ്പ്, ആ കെണിയുടെ റോപ്പുകളിലൂടെ മീനു കടിച്ചു മുറിച്ചു. സെറ്റിംഗ് ദ ലയൺ ഫ്രീ, ആ സിംഹത്തെ മോചിപ്പിച്ചുകൊണ്ട്. സെറ്റ് ഫ്രീ എന്ന് വെച്ചാൽ മോചിപ്പിക്കുക. സെറ്റിംഗ് ഫ്രീ, മോചിപ്പിച്ചുകൊണ്ട്. സെറ്റിംഗ് ദ ലയൺ ഫ്രീ, സിംഹത്തെ മോചിപ്പിച്ചുകൊണ്ട്. അപ്പോൾ സിംഹത്തെ മോചിപ്പിച്ചുകൊണ്ട് മീനു ആ ട്രാപ്പിൻ്റെ റോപ്പുകളിലൂടെ കടിച്ചു മുറിച്ചു. ഗ്രേറ്റ്ഫുൾ, നന്ദിയുള്ള ലിയോ താങ്ക്ഡ് ദ മൗസ്, ആ സിംഹം ചുണ്ടലിക്ക് നന്ദി പറഞ്ഞു. ആൻഡ് പ്രോമിസ്ഡ്, എന്നിട്ട് വാഗ്ദാനം നൽകി. ടു ഹെൽപ്പ് ഹെർ ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ അവളെ സഹായിക്കാം എന്ന്. നോട്ട് ലോങ് ആഫ്റ്റർ, അധികം താമസിയാതെ, ലിയോ വാസ് ടേക്കിംഗ് എ നാപ്പ് ഇൻ ദ ഷെയ്ഡ്, തണലിൽ ലിയോ ചെറുതായിട്ടൊന്ന് മയങ്ങുകയായിരുന്നു. വെൻ ഹേർഡ് മീനൂസ് പാനിക്ഡ് ക്രൈസ്, വെൻ ഹി ഹേർഡ്, അവൻ കേട്ടപ്പോൾ, മീനൂസ് പാനിക്ഡ് ക്രൈസ്, മീനുവിൻ്റെ പരിഭ്രാന്തിയോടുകൂടിയുള്ള കരച്ചിൽ കേട്ടപ്പോൾ അവൻ കാട്ടിൽ ചെറുതായൊന്ന് മയങ്ങുകയായിരുന്നു. എന്ന് വെച്ചാൽ കാട്ടിൽ തണലിൽ ചെറുതായൊന്ന് മയങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മീനുവിൻ്റെ പരിഭ്രാന്തിയോടുകൂടിയുള്ള കരച്ചിൽ അവൻ കേട്ടു എന്നർത്ഥം. റഷിംഗ് ടു ദ സീൻ, ആ രംഗത്തിലേക്ക് പാഞ്ഞു പോയപ്പോൾ, എന്ന് വെച്ചാൽ അവിടേക്ക് പാഞ്ഞു പോയപ്പോൾ. സീൻ എന്ന് വെച്ചാൽ രംഗം. റഷിംഗ് എന്ന് വെച്ചാൽ പാഞ്ഞു പോകൽ. റഷിംഗ് ടു ദ സീൻ, ആ രംഗത്തിലേക്ക് പാഞ്ഞു പോയപ്പോൾ എന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക്, ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞു പോയപ്പോൾ. ലിയോ കണ്ടു ദാറ്റ്, എന്തെന്നാൽ മീനു വാസ് ട്രാപ്ഡ് അണ്ടർ ദി ഫുട്ട് ഓഫ് ആൻ എലിഫൻ്റ്, ഒരു ആനയുടെ പാദത്തിൻ്റെ അടിയിൽ മീനു കുടുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. Remembering his promise, Leo let out a mighty roar, starting the elephant, who lifted his foot and set Meenu free. From that day on, Leo and Meenu became the best friends, proving that even the mightiest beast can be helped by the smallest creature. And they lived happily ever after in the jungle, protecting and helping each other whenever needed.
അർത്ഥം നോക്കാം. റിമെമ്പറിങ് ഹിസ് പ്രോമിസ്, അവൻ്റെ വാഗ്ദാനം ഓർമ്മിച്ചുകൊണ്ട്, ലിയോ ലെറ്റ് ഔട്ട്, ആ സിംഹം പുറത്തുവിട്ടു, എ മൈറ്റി റോർ, ഭയാനകമായ ഒരു അലർച്ച. സ്റ്റാർട്ടിങ് ദി എലിഫൻറ്റ് ഹൂ ലിഫ്റ്റഡ് ഹിസ് ഫുട്ട്, ആ ആന അവൻ്റെ പാദം ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങി. ആൻഡ് സെറ്റ് മീനു ഫ്രീ, അങ്ങനെ മീനു സ്വതന്ത്രയായി. ആന നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സിംഹത്തിൻ്റെ അലർച്ച കേട്ട് മുമ്പോട്ട് വരുവാൻ പര്യാപ്തമായ രീതിയിലുള്ള ഉറക്കെയുള്ള ഒരു അലർച്ച സിംഹം അലറിയപ്പോൾ ആന അവിടെ നിന്ന് കാല് പൊക്കി മുമ്പോട്ട് പുറപ്പെടുവാനായുകയും അതിനിടയ്ക്ക് ആ മീനു എന്ന് പറയുന്ന ചുണ്ടലി ആനയുടെ പാദത്തിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഫ്രം ദാറ്റ് ഡേ ഓൺ, ആ ദിവസം മുതൽ അല്ലെങ്കിൽ അന്നു മുതൽ ലിയോ ആൻഡ് മീനു ബിക്കയും ദ ബെസ്റ്റ് ഫ്രണ്ട്സ്, ലിയോയും മീനുവും ഏറ്റവും നല്ല സുഹൃത്തുക്കളായി തീർന്നു. പ്രൂവിങ് ദാറ്റ്, തെളിയിച്ചുകൊണ്ട്, ഈവൻ ദ മൈറ്റിയസ്റ്റ് ബീസ്റ്റ് ക്യാൻ ബി ഹെൽപ്ഡ്, ഏറ്റവും കരുത്തനായ ഒരു ജീവിയെപ്പോലും സഹായിക്കുവാൻ കഴിയും, ബൈ ദി സ്മാളസ്റ്റ് ക്രീച്ചർ, ഏറ്റവും ചെറിയ ഒരു ജീവിക്ക് അല്ലെങ്കിൽ ജീവിയെക്കൊണ്ട്, ഏറ്റവും ചെറിയ ഒരു ജീവിക്ക് ഏറ്റവും കരുത്തനായ ഒരു ജീവിയെ സഹായിക്കുവാൻ പോലും കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട്. ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി, അവർ സന്തോഷത്തോടെ ജീവിച്ചു, എവർ ആഫ്റ്റർ, എല്ലാ കാലവും, ഇൻ ദ ജംഗിൾ, വനത്തിൽ. അതിനുശേഷമുള്ള എല്ലാ കാലവും അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി ആ വനത്തിൽ ജീവിച്ചു. പ്രൊട്ടക്റ്റിംഗ്, സംരക്ഷിച്ചുകൊണ്ടും, ആൻഡ് ഹെൽപ്പിംഗ്, സഹായിച്ചുകൊണ്ടും, ഈച്ച് അതർ, പരസ്പരം, വെനെവർ നീഡഡ്, ആവശ്യമുള്ളപ്പോഴെല്ലാം സംരക്ഷിച്ചുകൊണ്ടും പരസ്പരം സഹായിച്ചുകൊണ്ടും അവർ രണ്ടുപേരും സന്തോഷത്തോടെ ആ വനത്തിൽ ജീവിച്ചു. നമ്മൾ ഇപ്പോൾ കേട്ട കഥ ശബ്ദമില്ലാതെ അതേപടി ഇതിന് ശേഷം തന്നിരിക്കുകയാണ്. അത് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഭാവിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ച് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്.